ഹലോ എവ്രി വൺ. എൻ്റെ പേര് ഭാഗ്യ. ഞാൻ ലേൺ വൈസിന്റെ സോഷ്യോളജി ഫാക്കൽറ്റി ആണ്. അപ്പോ ഇന്ന് നമ്മുടെ MSOE 004 കോഡുള്ള അർബൻ സോഷ്യോളജി എന്ന പേപ്പറിന്റെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നോക്കാൻ പോകുന്നത്. അതായത് വാട്ട് ഈസ് അർബൻ സോഷ്യോളജി. സോ നമ്മൾ ഈ ഒരു പേപ്പർ ഫുൾ അർബൻ സോഷ്യോളജിയെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പൊ എന്താണ് അർബൻ സോഷ്യോളജി എന്ന് അറിഞ്ഞിരിക്കണ്ടേ? അപ്പൊ ബേസിക്കലി നമുക്ക് അർബൻ എന്ന് പറഞ്ഞാൽ അറിയാം, സംതിങ് റിലേറ്റഡ് ടു സിറ്റി അല്ലെങ്കിൽ അർബൻ ഏരിയാസ്. സോഷ്യോളജി എന്ന് പറഞ്ഞാൽ അവിടുത്തെ സോഷ്യൽ റിലേഷൻഷിപ്സിനെ പറ്റി, സോഷ്യൽ പാറ്റേൺസ്, ആളുകൾ എങ്ങനെ അവിടെ ജീവിക്കുന്നു, ഇന്ററാക്ഷൻ പാറ്റേൺസ്. അപ്പം ഇതെല്ലാം ഉള്ള അർബൻ ഏരിയാസിന്റെ ഈ ഒരു കാര്യങ്ങളെ പറ്റി പഠിക്കുന്നതിനെയാണ് ബേസിക്കലി അർബൻ സോഷ്യോളജി എന്ന് പറയുന്നത്. സോ നമുക്ക് ഇതിന്റെ ഒറിജിന്, ഡെവലപ്മെന്റ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ ഒരു യൂണിറ്റിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പം ബേസിക് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്, സോ അർബൻ സോഷ്യോളജിയുടെ ഒറിജിനും ഡെവലപ്മെന്റും നോക്കുന്നുണ്ട്. എന്താണ് ഈ ഒരു സബ്ജക്റ്റിന്റെ സ്കോപ്പ്? ഇതൊരു സെപ്പറേറ്റ് സബ്ജക്റ്റ് ആണ്. സോഷ്യോളജിയുടെ തന്നെ വേറെ വരുന്ന ഒരു സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ് അർബൻ സോഷ്യോളജി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ സബ്ജക്ട് മാറ്ററും സ്കോപ്പും എന്താണ്, ഏതൊക്കെ രീതിയിൽ എങ്ങനെ അർബൻ സോഷ്യോളജി നോക്കാം, ഡിഫറെന്റ് അപ്രോച്ചസ് നോക്കുന്നുണ്ട്. പിന്നെ അർബൻ സോഷ്യോളജി മറ്റ് സോഷ്യൽ സയൻസും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നും കൂടാണ് ഈ ഒരു യൂണിറ്റിൽ കവർ ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ്ലി നമുക്ക് അറിയാം, അർബൻ എന്ന് പറഞ്ഞ സംതിങ് റിലേറ്റഡ് ടു സിറ്റി എന്നുള്ള ഒരു ഐഡിയ ആണ് കിട്ടുന്നത്. അതായത് റൂറൽ അല്ലാതെ, റൂറൽ എന്ന് പറഞ്ഞ സംതിങ് വില്ലേജ് പോലുള്ള ഏരിയാസ് അല്ലെങ്കിൽ ഫോക്ക് സൊസൈറ്റി, ഗ്രാമപ്രദേശം, അതൊക്കെയാണ് റൂറൽ. അപ്പൊ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് കുറച്ചും കൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈ സ്കൈ സ്ക്രൈപ്പേഴ്സ് പോലുള്ള ബിൽഡിങ്സ് ഒക്കെ ഉള്ള വലിയ വലിയ കാര്യങ്ങളെയാണ്, മീൻസ് കുറച്ച് ഡെവലപ്ഡ് എന്നുള്ള ഒരു ടെക്നോളജിയുടെ കൂടുതൽ കാര്യങ്ങൾ കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ് സിറ്റി എന്ന് പറയുന്നത്. അപ്പം ഈ അർബൻ അല്ലെങ്കിൽ അർബൈൻ എന്നുള്ളൊരു വാക്ക് വരുന്നത് തന്നെ ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള അർബൈനസ് എന്ന് വരുന്നതാണ്. അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ തന്നെ ബിലോങ്ങിങ് ടു സിറ്റി എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. ആൻഡ് അർബൈൻ എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് സ്പെഷ്യലൈസ്ഡ്, റിഫൈൻഡ്, പൊളൈറ്റ്, എലഗന്റ് എന്നുള്ളൊരു മീനിങ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ സ്പെഷ്യലൈസ്ഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പം പല കാര്യങ്ങളും സ്പെഷ്യൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ സിറ്റിയിലുണ്ടല്ലോ. ഇപ്പൊ റിഫൈൻഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്യുവറസ്റ്റ് ഫോം, പൊളൈറ്റ്, എലഗന്റ്, ഭയങ്കര ഭംഗിയൊക്കെ ഉള്ള ആ ഒരു രീതിയിൽ എല്ലാം വരുന്നതാണ് ഈ അർബൈൻ എന്ന് പറയുന്നതിന്റെ മീനിങ് എന്ന് പറയുന്നത്. സോ അർബൻ എന്ന് പറഞ്ഞാൽ ഒരു സിറ്റി അല്ലെങ്കിൽ ഒരു ടൗൺ. സിറ്റി, ടൗൺ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, സിറ്റി ഇപ്പൊ ട്രിവാൻഡ്രം നോക്കുവാണെങ്കിൽ, കൊച്ചി നോക്കുവാണെങ്കിൽ അതൊക്കെ സിറ്റി ആണല്ലേ. ഇപ്പൊ ടൗൺ എന്ന് പറയുവാണെങ്കിലും നമുക്ക് പറയാൻ പറ്റും, ഇപ്പൊ കോട്ടയം എന്നൊക്കെ പറയുന്നത് ഒരു കൈൻഡ് ഓഫ് ടൗൺ ആണ്. അപ്പം ഈ സിറ്റി അല്ലെങ്കിൽ ഒരു ടൗൺ ആണ്. വില്ലേജിനും കൺട്രിക്കും ഓപ്പോസിറ്റ് അല്ല, കൺട്രി സൈഡ് എന്ന് ഉദ്ദേശിക്കുന്ന റൂറൽ ഏരിയാസിനെയാണ്. വില്ലേജ്, കൺട്രി ഓപ്പോസിറ്റ് ആയിട്ടുള്ള സിറ്റി, ടൗൺ പോലുള്ള ഏരിയാസിനെയാണ് നമ്മൾ അർബൻ എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെ ഈ അർബൻ ഏരിയാസിൽ താമസിക്കുന്ന ആൾക്കാരെ അർബനൈറ്റ് എന്നും പറയാറുണ്ട്. വില്ലേജിൽ താമസിക്കുന്ന ആൾക്കാരെ ഫോക്ക് എന്നും പറയാറുണ്ട്. സോ റെസിഡന്റ് ഓഫ് എ വില്ലേജിനെയാണ് ഫോക്ക് എന്ന് പറയുന്നത്. സിറ്റിയിൽ താമസിക്കുന്ന ആൾക്കാരെ അർബനൈറ്റ് എന്നും പറയുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്, എന്താണ് അർബൻ ഉള്ളതിന്റെ ഒരു മീനിങ്. ഇനി നമുക്ക് നോക്കാം ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ്. സിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒരു 10,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉള്ളൊരു കോൺസെപ്റ്റ് ആണ്. ഇപ്പൊ സിവിലൈസേഷൻ നോക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഹാരപ്പൻ, മോഹൻജോദാരോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും അതിൽ സിവിലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്, സിറ്റിയുടെ ഡെവലപ്മെന്റ് ആണ്. അപ്പൊ ഓരോന്ന് അങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കോൺസെപ്റ്റ് വൈസ് നോക്കുവാണെങ്കിൽ, ഒറിജിൻ നോക്കുവാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നാണ് സിറ്റി ഒറിജിൻ ചെയ്തതെന്ന്. അപ്പം ഇപ്പൊ കണ്ടുവന്നതിൽ ഒരു 1598, അതായത് 14th സെഞ്ചുറിയിൽ എഴുതിയ ട്രീറ്റൈസ് കൺസേണിംഗ് ദ കോസസ് ഓഫ് ദ മാഗ്നിഫിഷൻസ് ആൻഡ് ദ ഗ്രേറ്റ്നെസ് ഓഫ് സിറ്റീസ് എന്ന് പറയുന്ന ഒരു ബുക്കാണ് ഫസ്റ്റ് ബുക്കായിട്ട് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞ് 17th സെഞ്ചുറി ഒക്കെ ആയപ്പോഴാണ് കൂടുതൽ സിറ്റി എന്നുള്ള ഒരു കോൺസെപ്റ്റിന്റെ ഒരു സയന്റിഫിക് എൻക്വയറിയും റിസർച്ചും ഒക്കെ വരുന്നത്. അപ്പം അന്നത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, അന്നത്തെ ഹിസ്റ്റോറിയൻസ് അല്ലെങ്കിൽ ഹിസ്റ്ററിയെ പറ്റി പഠിക്കുന്ന ആൾക്കാർ, ജോഗ്രഫി, എക്കണോമിയെ പറ്റിയൊക്കെ നോക്കുന്ന ആൾക്കാർ, പിന്നെ പോപ്പുലേഷന്റെ പ്രോബ്ലംസുകളെ പറ്റി പഠിക്കുന്ന സ്റ്റുഡൻസ്, ഇവരെല്ലാരും കൂടാണ്. പിന്നെ ആർക്കിടെക്ട്സ്, ഈ ഓരോ സിറ്റികൾ നിർമ്മിക്കുന്ന ആൾക്കാര്, അല്ലെങ്കിൽ പ്ലാനേഴ്സ്, സോഷ്യൽ റിഫോമേഴ്സ്, ഇവരെല്ലാരും ചേർന്ന് ഉണ്ടാക്കിയ ഒരു, മീൻസ് അവരെല്ലാരും പ്രൊഡ്യൂസ് ചെയ്ത ഒരു ലിറ്ററേച്ചർ ഉണ്ട്. അവരുടെ ഐഡിയാസ് എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെയാണ് നമുക്ക് ഈ സിറ്റി എന്നുള്ള ഒരു മൊത്തത്തിലുള്ള ഒരു ഐഡിയ കിട്ടുന്നത്. പിന്നെ സോഷ്യോളജിക്കലി പറയുവാണെങ്കിൽ, ഇപ്പൊ ജോർജ് സിമ്മൽ 1903 ജോർജ് സിമ്മലിന്റെ ദ മെട്രോപോളിസ് ആൻഡ് മെന്റൽ ലൈഫ്, സിറ്റി ലൈഫിനെ പറ്റി പറയുന്നതാണ്. മാക്സ് വെബറിന്റെ സിറ്റി 1921. പിന്നെ ആർ മൗറിയന്റെ എ വില്ലേജ് എറ്റ് ലാ വില്ലെ 1929.
അപ്പം ഇങ്ങനെയുള്ള മീൻസ് സോഷ്യോളജിയിലൊക്കെ ആണെങ്കിൽ ഇതുപോലുള്ള വർക്ക്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ ബർജസിന്റെ അർബൻ കമ്മ്യൂണിറ്റി, അതായത് അർബൻ ലാൻഡ് യൂസ് പാറ്റേൺസ് അല്ലെങ്കിൽ കോൺസെൻട്രിക് സോൺ മോഡൽ എന്ന് പറഞ്ഞൊരു മോഡലൊക്കെ ബർജസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ സിറ്റിയെ ബേസ് ചെയ്തിട്ടാണ്. മീൻസ് അവിടെ കോൺസെൻട്രിക് സോൺ മോഡൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്ട് കാണും, പിന്നെ അതിന് താഴെ വർക്കിംഗ് ക്ലാസ്, റെസിഡൻഷ്യൽ, അങ്ങനെ ഓരോ സെപ്പറേറ്റ് യൂണിറ്റ് വരുന്ന ആ ഒരു മോഡലിനെയാണ് കോൺസെൻട്രിക് സോൺ മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ ബർജസിന്റെ അർബൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ബുക്കിലാണെങ്കിൽ കോൺസെൻട്രിക് സോൺ മോഡൽ പറയുന്നത്. പിന്നെ പാർക്ക് ബർജൻസ് മെക്കൻസി എഴുതിയ സിറ്റി എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്, അതിനകത്തും ഈ സിറ്റീസിന്റെ കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. 1925 വന്നെയാണ്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ സിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെ 1920-ലാണ് നമ്മുടെ ഇവിടെ യൂണിവേഴ്സിറ്റി ഓഫ് ബോംബെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു ഡിപ്പാർട്ട്മെന്റ് സോഷ്യോളജിക്ക് തന്നെ വരുന്നത് 1920-ലാണ്. അത് പാട്രിക് ഗിഡസിന്റെ അദ്ദേഹമാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ സോഷ്യോളജി എന്ന് പറയുന്നത് കമ്പയർഡ് ടു മീൻസ് ഇങ്ങനെ മൊത്തത്തിൽ ഉള്ള ഒരു ഡിസിപ്ലിൻ നോക്കുമ്പോൾ ഒരു യങ് ഡിസിപ്ലിൻ ആണ്. സോഷ്യോളജി പോലും വരുന്നത് എങ്ങനെ 1920-ലാണ് ഇന്ത്യയിൽ വരുന്നത്. പക്ഷെ 1903 തന്നെ ജോർജ് സിമ്മലിന്റെ മെട്രോപോളിസ് ആൻഡ് മെന്റൽ ലൈഫ് കൊണ്ട് 21 മാക്സ് വെബർ ഇത് സിറ്റിയെ പറ്റി എഴുതിയിട്ടാണ്. അങ്ങനെ പല കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഇനി അർബൻ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു കാര്യം അപ്പം ഇന്ത്യയിൽ 1920-ലാണ് സോഷ്യോളജി വന്നത്. ഇനി അർബൻ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു കാര്യം 1960 വരെ ഇവിടെ അറിയ പോലും ഇല്ല. കാരണം എന്താന്ന് വെച്ചാൽ MSA റാവു 1974 പറയുന്നുണ്ട്. മെയിൻ ആയിട്ട് രണ്ട് കാര്യങ്ങളാണ് ഈ അർബൻ സോഷ്യോളജി അല്ലെങ്കിൽ ഇതിന്റെ അത് നെഗ്ലക്ട് ചെയ്യാൻ കാരണമായിട്ടുള്ളത്. ഒന്നാമത്തത്, ഇവിടെ ഇന്ത്യയിൽ അത്രമാത്രം അർബനൈസേഷൻ നടന്നിട്ടില്ല. അതായത് റൂറൽ ഏരിയയിൽ നിന്നും അർബൻ ആവുന്ന ഒരു ടെക്നോളജിക്കൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഇത് കാരണമുള്ള ഡെവലപ്മെന്റ് അത്രമാത്രം ഇന്ത്യയിൽ സംഭവിച്ചിട്ടില്ല മറ്റ് കൺട്രീസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അതൊന്നാമത്തെ റീസൺ. പിന്നെ വരുന്നെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പം സിവിലൈസേഷൻ നടക്കുന്നു. ഇപ്പൊ മോഹൻജദാരോ, ഹാരപ്പ, അങ്ങനെ പല പല സ്റ്റേറ്റുകൾ ഉണ്ടാവുന്നു. ഇപ്പം ഏൻഷ്യന്റ് ഇന്ത്യയിലാണെങ്കിൽ വാരണാസി, പാഡ്ലിപുത്ര, ഇങ്ങനെയുള്ള ഓരോ സ്റ്റേറ്റുകൾ വരുന്നു. ഇതൊക്കെ വരുവാണെങ്കിൽ അതൊരു ട്രഡീഷണൽ സിറ്റിയും വില്ലേജും തമ്മിലുള്ള സെപ്പറേഷൻ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അവിടെ ഇപ്പം വാരണാസി അങ്ങനെയുള്ള ആദ്യമൊക്കെ വന്ന സമയത്താണെങ്കിൽ അല്ലെങ്കിൽ ഹാരപ്പൻ അതൊക്കെ വരുമ്പോഴാണെങ്കിൽ അവിടെ എന്താണ് സിറ്റിയും വില്ലേജും കൂടെ ഒരു മിക്സ് ആണ് കാണുന്നത്. ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ നോക്കുവാണെങ്കിൽ ഒരു കംപ്ലീറ്റ് സിറ്റി അല്ലെങ്കിൽ കംപ്ലീറ്റ് ഗ്രാമപ്രദേശം എന്ന് പറയാൻ പറ്റത്തില്ല. ഓരോ 5 മിനിറ്റ് കഴിയും നമ്മളിപ്പോ ട്രാവൽ ചെയ്യുമ്പോൾ ഓരോ 5 മിനിറ്റ് കഴിയുമ്പോഴും അവിടെ ഒരു ടൗൺ കാണും അല്ലെ. അപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല ഏതാണ് സിറ്റി അല്ലെങ്കിൽ ഏതാണ് ടൗൺ എന്നുള്ള ഒരു രീതിയിൽ. അപ്പൊ അവിടെ ഒരു ഡൈക്കോട്ടമി വരുന്നില്ല ട്രഡീഷണൽ സിറ്റിയും വില്ലേജും തമ്മിൽ. അതുകൊണ്ടും പിന്നെ അർബനൈസേഷന്റെ ലെവൽ വളരെ കുറവായത് കൊണ്ടുമാണ് ഇന്ത്യയിൽ ഈ അർബൻ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു സ്റ്റഡി 1960 വരെ നമുക്ക് കാണാതെ ഇരുന്നത്. പിന്നെ GS ദുരൈ അദ്ദേഹത്തിന്റെ സ്റ്റഡി സിറ്റീസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്റ്റഡി പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ പലരും സിറ്റീസിനെ പറ്റിയുള്ള സ്റ്റഡീസ് പണ്ട് തൊട്ടേ പഠിച്ച് വരുന്നതാണ്. ഇനി ഇത്രയാണ്. അപ്പം ഒറിജിനൽ ഡെവലപ്മെന്റ് മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് സബ്ജക്ട് മാറ്റർ ആൻഡ് സ്കോപ്പ് എന്ന് പറയുന്നത്. സോ അർബൻ സോഷ്യോളജി എന്ന് പറയുന്നത് നമുക്കറിയാം സിറ്റി ലൈഫിൽ, അതായത് സോഷ്യൽ റിലേഷൻഷിപ്പ്, സോഷ്യൽ ആക്ഷൻ, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇപ്പം റൂറൽ ഏരിയാസിൽ ജോയിന്റ് ഫാമിലി ആണെന്ന് നമുക്ക് അറിയാം. പക്ഷെ അർബൻ ഏരിയാസിൽ അത് വന്നപ്പോഴത്തേക്ക് ന്യൂക്ലിയർ ഫാമിലി. അപ്പൊ അങ്ങനെയുള്ള സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വരുന്ന മാറ്റങ്ങൾ, സോഷ്യൽ റിലേഷൻഷിപ്പ്, അതായത് ആളുകൾക്ക് കുറച്ചും കൂടെ കമ്മ്യൂണിറ്റി ഫീൽ കൂടുതലുള്ളത് റൂറൽ ഏരിയയിലാണ്. സിറ്റിയിലേക്ക് വരുമ്പം ആ ഒരു ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ഓട്ടോണമി പോലുള്ള കാര്യങ്ങൾ വരുന്നത് കൊണ്ട് വരുന്ന സെപ്പറേഷൻസ്, റിലേഷൻഷിപ്പിൽ വരുന്ന മാറ്റങ്ങൾ. അപ്പം ഈ ഒരു കാര്യം മൊത്തത്തിൽ പഠിക്കുന്നതാണ് അർബൻ സോഷ്യോളജി എന്ന് പറയുന്നത്. ഇനി ലൂയിസ് വെർത്ത് പറഞ്ഞിട്ടുണ്ട് സിറ്റി എന്ന് പറയുന്നത് കുറെ ആൾക്കാർ ഒരു ചെറിയ സ്പേസിൽ ജീവിക്കുക എന്നുള്ളൊരു കാര്യമല്ല സിറ്റി എന്ന് പറയുന്നത്. സിറ്റിക്ക് അദ്ദേഹം 3 ഫാക്ടേഴ്സ് പറയുന്നുണ്ട്: സൈസ്, ഹെട്രോജനിറ്റി, ഡെൻസിറ്റി. ഇതാണ് അദ്ദേഹം സിറ്റി അല്ലെങ്കിൽ അർബനിസം അല്ലെങ്കിൽ അർബൻ ഏരിയാസിനെ ഡിഫൈൻ ചെയ്തപ്പോൾ ഫാക്ടേഴ്സ് 3 ഫാക്ടേഴ്സ് പറഞ്ഞാൽ സൈസ് ഡിപ്പെൻഡ് ചെയ്യുന്ന 3 കാര്യങ്ങളാണ്. സൈസ് ഇമ്പോർട്ടന്റ് ആണ്, ഡെൻസിറ്റി, ഹെട്രോജനിറ്റി. അപ്പൊ ഇദ്ദേഹം പറയുന്ന സിറ്റി എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ ഒരു ചെറിയ സ്പേസിൽ താമസിക്കുന്നതിനെ അല്ല സിറ്റി എന്ന് പറയുന്നത്. പക്ഷേ ഹെട്രോജനിറ്റി ഉണ്ട്, അതായത് അവിടെ ഒരുപാട് തരത്തിലുള്ള ആൾക്കാരുണ്ട്, എല്ലാവരും ഒരുപോലല്ല. സിറ്റിയിൽ നമ്മൾ പോയി നോക്കുവാണെങ്കിൽ ഒരുപാട് ഒക്കുപേഷൻസ് ചെയ്യുന്നവരുണ്ട്, ഒരുപാട് ചിന്താഗതികൾ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരുണ്ട്, ഒരുപാട് രീതിയിലുള്ള ഹെട്രോജനിറ്റി ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഡിഫറെന്റ് പെർസ്പെക്ടീവ്സും അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡ്സും ബിഹേവിയേഴ്സും ഉള്ള ആൾക്കാരാണ് സിറ്റിയിൽ താമസിക്കുന്നത്. സോ ഹ്യൂമൻ ബീങ്സ് ഒരാളിൽ നിന്ന് മറ്റൊരാളിൽ നിന്നും ഡിഫർ ചെയ്യുന്നു. അപ്പൊ കമ്മ്യൂണിറ്റി ഫീൽ ഒന്നും അവിടെ അത്രമാത്രം ഇല്ല. പക്ഷെ ആൾക്കാരെന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ഹെട്രോജനിറ്റി ഉണ്ട്, ഹോമോജനിറ്റി ഇല്ല എന്നല്ല പറയുന്നത്.
കമ്പയർഡ് ഹെറ്ററോജെനിറ്റി വളരെയധികം കൂടുതൽ സിറ്റിയിൽ ആണ് എന്ന് ലൂയിസ് വെർത്ത് പറയുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഓക്കുപേഷൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും വളരെ കോംപ്ലക്സ് ആയിട്ട് നിൽക്കുന്നത് എവിടാ, സിറ്റീസിലാണ് അല്ലെങ്കിൽ അർബൻ ഏരിയാസിലാണ്. ഒരുപാട് ആൾക്കാർ പല രീതിയിലുള്ള ജോലികൾ ചെയ്യുന്നില്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യമാണെങ്കിൽ മാർക്കറ്റ് എന്നുള്ള ഒരു ഐഡിയ പോസിബിൾ ആക്കുന്നത് ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യയിലൊക്കെ തന്നെ ആണെങ്കിൽ പല ബ്രാൻഡ്സ്, ഇപ്പം മെക്ഡൊണാൾഡ്സ് പോലുള്ള ബ്രാൻഡ്സ് ഒക്കെ ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ വരുമ്പോൾ കൂടുതലും അത് കാണുന്നത് സിറ്റി ടൗൺ ഏരിയാസിലാണ്. റൂറൽ ഏരിയാസിലൊന്നും മെക്ഡൊണാൾഡ്സോ അല്ലെങ്കിൽ KFC ഒന്നും കാണുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ സിറ്റി എന്ന് പറയുന്ന സിറ്റി തന്നെ വേണമെന്നില്ല, ടൗൺസിലൊക്കെ ഇപ്പം KFC മെക്ഡൊണാൾഡ്സും ഒക്കെ അവൈലബിൾ ആണ് അല്ലെ. അപ്പം അതാണ് എന്താ മീൻസ് ആ ഒരു വ്യത്യാസം. മീൻസ് ഓക്കുപേഷൻ ആണെങ്കിലും ഡിവിഷൻ ഓഫ് ലേബർ ആണെങ്കിലും കൂടുതലായിട്ട് വരുന്നത് ഈ ഇങ്ങനെയുള്ള സിറ്റി ഏരിയസിലാണ്. ഇനി നമുക്ക് ഓരോ കോൺസെപ്റ്റുകൾ പഠിക്കാം. കമ്മ്യൂണിറ്റി, എക്കോളജി എന്തൊക്കെയാണെന്ന് നോക്കാം. സോ കമ്മ്യൂണിറ്റി എന്ന് പറയുവാണെങ്കിൽ അത് കൂടുതലും ഒരു ഒരു കുറച്ച് ആൾക്കാർ ഒരേ സ്ഥലത്ത് ജീവിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീലിങ്സ് ആണ്, സെൻസ് ഓഫ് ബിലോങ്ങിങ് ആണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അത് മെയിൻലി ടെറിട്ടറിയെ ബേസ് ചെയ്തിട്ടിരിക്കും. ആൾക്കാർ ഒരു പ്രത്യേക സെയിം ഏരിയ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ താമസിക്കുമ്പോൾ വരുന്നതിനെയാണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. മാക്കൈവറും പേജും പറയുന്നുണ്ട് ബേസിക് ക്രൈറ്റീരിയ, കമ്മ്യൂണിറ്റിയുടെ ബേസിക് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞ എല്ലാവരുടെയും ആ ഒരു സോഷ്യൽ റിലേഷൻഷിപ്പ് ആണ്. അതായത് ഒരാൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ മറ്റൊരാൾ അത് സഹായിക്കാൻ കാണും. അങ്ങനെയുള്ള ഒരു ഫ്രണ്ട്ലി സെൻസ് ഓഫ് ബിലോങ്ങിങ്, കോഓപ്പറേഷൻ, സഹകരണം ഒക്കെ ഉള്ളതിനെയാണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇത് നമുക്ക് പൊതുവെ നമുക്ക് തന്നെ ഒരു ബേസിക് കോമൺ സെൻസിക്കലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് കൂടുതലും റൂറൽ ഏരിയാസിലാണ് കാണുന്നത്. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ എന്റെ നാട്ടുകാർ മൊത്തം, ഞാനൊരു കമ്മ്യൂണിറ്റിയിലാണ് അല്ലെങ്കിൽ റൂറൽ ഏരിയയിലാണെങ്കിൽ നാട്ടുകാർ മൊത്തം അതായത് അതിന് പോസിറ്റീവ്സും ഉണ്ട്, ബോത്ത് നെഗറ്റീവ്സും ഉണ്ട്. ഓക്കെ. പക്ഷെ സിറ്റി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഇൻഡിപെൻഡന്റ് ആണ്. നമുക്ക് ഓപ്പോസിറ്റ് താമസിക്കുന്ന ഫ്ലാറ്റിലുള്ളത് ആരാന്ന് പോലും വേണമെങ്കിൽ അറിയാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ അങ്ങനെയുള്ള ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ഓട്ടോണമി ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് സിറ്റിയിൽ വരുന്നത്. കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ ഇതാണ് ഫീലിംഗ് ഓഫ് ബിലോങ്ങിങ്സും ഫ്രണ്ട്ലി ഫീലിംഗ്സ് ടുവേർഡ്സ് ഈച്ച് അതർ, ആ ഒരു കാര്യം. ഇനി എക്കോളജി എന്ന് പറഞ്ഞാൽ എന്താ, എൻവയോൺമെന്റ്, ലിവിങ് തിങ്സ് തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി പഠിക്കുന്നതിനെയാണ് എക്കോളജി എന്ന് പറയുന്നത്. സോ എക്കോളജി ഇസ് ദ സയൻസ് വിച്ച് സ്റ്റഡീസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലിവിങ് തിങ്സ് ആൻഡ് എൻവയോൺമെന്റ്. നമ്മുടെ പരിസ്ഥിതിയായിട്ടും ജീവജാലങ്ങളുമായിട്ടും ഒക്കെ ആ ഒരു റിലേഷൻഷിപ്പ് പഠിക്കുന്നതിനെയാണ് എക്കോളജി എന്ന് പറയുന്നത്. ഇനി ഹാബിറ്റാറ്റ് എന്ന് പറയുവാണെങ്കിൽ നമ്മുടെ ആ ഒരു താമസിക്കുന്ന ആ ഒരു ഏരിയന്റെ ഒക്കെ ബേസിൽ വരുന്ന, ഓരോരുത്തർക്കും ഓരോ ഹാബിറ്റാറ്റ് ഉണ്ടെന്ന് പറയത്തില്ലേ. ചിലർക്ക് ചൂട് ക്ലൈമറ്റ് ആയിരിക്കും, മീൻസ് ചൂടുള്ള ഇപ്പൊ ഡെസേർട്ട് ഏരിയാസിലൊക്കെയാണ് ഇപ്പൊ ക്യാമലിന്റെ ഹാബിറ്റാറ്റ്, അങ്ങനെയുള്ളതാണ് ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഏരിയ ഹ്യൂമൻസ് ലൈഫിൽ എങ്ങനെ, മീൻസ് അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് കാണിക്കുന്നതിനാണ് ഇവിടെ ഹാബിറ്റാറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇൻഫ്ലുവൻസ് ഇൻ ഏരിയ അതർ ദാൻ ഹ്യൂമൻ ലൈഫ് അല്ലാതെ വരുന്ന ഇൻഫ്ലുവൻസിനെയാണ് ഹാബിറ്റാറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ എന്തിനാണ് ഈ ഇപ്പം ഹാബിറ്റാറ്റ് എക്കോളജി എന്നൊക്കെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഹോലെ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഹ്യൂമൻ എക്കോളജിയെ പറ്റി പഠിച്ചിട്ടുണ്ട്. ഹ്യൂമൻ എക്കോളജി എന്ന് പറയുന്ന കോൺസെപ്റ്റ് അമോസ് ഹോലയുടെ ആണ്. അപ്പൊ അവര് പറയുന്നതെന്ന് പറഞ്ഞാൽ സയൻസ് ഡീൽസ് വിത്ത് ഡെവലപ്മെന്റ് ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ദ കമ്മ്യൂണിറ്റി. സോ ഹ്യൂമൻ എക്കോളജി എന്ന് പറഞ്ഞാല്, എക്കോളജി എന്ന് പറഞ്ഞാൽ ആ ഒരു ലിവിങ് തിങ്സും എൻവയോൺമെന്റും തമ്മിലുള്ള റിലേഷൻ അല്ലേ. അപ്പൊ ഹ്യൂമൻ എക്കോളജി എന്ന് പറഞ്ഞാൽ ഹ്യൂമൻസിന്റെ ഡെവലപ്മെന്റും ഓർഗനൈസേഷനും, ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ഡെവലപ്മെന്റും ഓർഗനൈസേഷൻസിനെ പറ്റി പഠിക്കുന്നതാണ് ഹ്യൂമൻ എക്കോളജി എന്ന് പറയുന്നത്. അപ്പം അതെങ്ങനെ അർബൻ സ്റ്റഡീസിൽ, മീൻസ് അർബൻ എക്കോളജി ആയിട്ടും കൺസിഡർ ചെയ്ത് പഠിക്കുന്നുണ്ട്. ഇത് അർബനിസത്തിന്റെ ഭാഗമായിട്ടാണല്ലോ പറയുന്നത്. അപ്പം അർബൻ എൻവയോൺമെന്റിൽ എങ്ങനെ ആൾക്കാർ ഇടപെടുന്നു എന്നുള്ള കാര്യങ്ങളെയും ആ ഒരു റിലേഷൻഷിപ്പിനെയൊക്കെ ഇതിൽ ഉദ്ദേശിക്കുന്നുണ്ട്. ഇനി ഗിസ്റ്റ് ആൻഡ് ഹാൽബർട്ട് പറയുന്നുണ്ട് സ്റ്റഡി ഓഫ് സ്പേഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പേഴ്സൺസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദ സിറ്റി ആൻഡ് ദ പ്രോസസ് ഇൻവോൾവ് ഇൻ ദ ഫോർമേഷൻ ഓഫ് പാറ്റേൺസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. എന്താന്ന് പറഞ്ഞാൽ അവര് പറയുന്നതെന്ന് പറഞ്ഞാൽ സ്പേഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ, ഓരോ സ്പേസിലും ഓരോരുത്തരായിട്ട് നമുക്കിപ്പോ സിറ്റിയിൽ നോക്കുവാണെങ്കിൽ കാണാം. ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ റെസിഡൻഷ്യൽ ഏരിയ ആയിരിക്കും, ഒരു ഏരിയ എന്ന് പറയുമ്പം ഒരു ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ അങ്ങനെയുള്ളതായിരിക്കും, ചിലതാണെങ്കിൽ ഷോപ്പിങ്ങിന് വേണ്ടിയുള്ള ഒരു ഏരിയ ആയിരിക്കും. അങ്ങനെ പല രീതിയിലുള്ള ഏരിയാസ് ആയിട്ടുള്ള സ്പേഷ്യൽ ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ പാറ്റേൺസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്. ഇതെല്ലാം ഇൻവോൾവ് ചെയ്യുന്നതാണ് എന്ത്, സിറ്റി, അല്ലെങ്കിൽ ഇതിന്റെ ഒരു പഠിത്തമാണ്, മീൻസ് സ്റ്റഡി ആണ് എന്നൊക്കെയാണ് ഗിസ്റ്റ് ആൻഡ് ഹാൽബർട്ട് പറയുന്നത്. സോ ഇത് അതിന്റെ സ്കോപ്പ് ആയിരുന്നു. അപ്പം ഹ്യൂമൻ എക്കോളജിയെ പറ്റി പഠിക്കാൻ പറ്റും. പിന്നെ ഇങ്ങനെയുള്ള പാറ്റേൺസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻസ്, കമ്മ്യൂണിറ്റി, ഇതെല്ലാം അതിന്റെ ഒരു സ്കോപ്പിൽ വരുന്ന ഒരു കാര്യമാണ്, സബ്ജക്ട് മാറ്റർ ആൻഡ് സ്കോപ്പ്. ഇനി അർബൻ സോഷ്യോളജിയുടെ അപ്രോച്ചസിനെ പറ്റി പഠിക്കാം. എന്തൊക്കെ അപ്രോച്ചസ് ആണ് നമ്മൾ അർബൻ സോഷ്യോളജി പഠിക്കുമ്പോൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ,
ഒന്നാമത്തെ സിറ്റി ആൻഡ് സിവിലൈസേഷൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിറ്റിയും സിവിലൈസേഷനും ഭയങ്കര കണക്ഷൻ ആണ്. ഇപ്പൊ പണ്ട് തൊട്ടേ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ഏൻഷ്യൻ സിറ്റീസ് ഉണ്ട്, മോഡേൺ സിറ്റീസ്, ഇപ്പൊ പോസ്റ്റ് കൊളോണിയൽ സിറ്റീസ് ഉണ്ട്. ഇങ്ങനെ സിറ്റീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പം പാട്രിക് ഗിഡിൽസ് പറയുന്നുണ്ട് സിറ്റി എന്ന് പറഞ്ഞ സിവിലൈസേഷന്റെ ഒരു മിറർ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്, ഒരു കണ്ണാടി പോലെ. സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് ടെക്നോളജിക്കൽ ആയിക്കോട്ടെ, ഐഡിയാസിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഒക്കെ വരുന്നതിനെയാണ് സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഹാരപ്പൻ നമുക്ക് നോക്കുവാണെങ്കിൽ കാണാം, ഒരുപാട് കാര്യങ്ങൾ, മീൻസ് ലൈക്ക് പലതരത്തിലുള്ള ബിൽഡിംഗ്. അവിടെ എന്ന് പറയുമ്പം 2 നിലയുള്ള വീടുകൾ ഉണ്ടായിരുന്നു, ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞ ഒരു ഡെവലപ്മെന്റിന്റെ ഭാഗം. ഇപ്പൊ ഹണ്ടിങ് ഗ്യാതറിംഗ് സൊസൈറ്റി കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ സിറ്റി എന്ന് പറയുന്നത് ഒരു മിറർ സിവിലൈസേഷൻ പോലെ തന്നെ, അതായത് ഡെവലപ്മെന്റ്, പുതിയ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം പോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. ഇനി മംഫോർഡ് ആൻഡ് ഗുരെ അവരും ഈ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിൽ സിറ്റി സിവിലൈസേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് പറയുന്നുണ്ട്. ഇനി ലൂയിസ് വെർത്ത് എന്ന് പറയുന്ന അദ്ദേഹം ആണെങ്കിൽ അർബൻ ലൈഫിനെ പറ്റി, അർബേനിസം എന്ന് പറയുന്നത് ഒരു മോഡ് ഓഫ് ലൈഫാണ്, ജീവിതത്തിന്റെ ഒരു രീതിയാണ് എന്നും കൂടെ പറഞ്ഞൊരു വ്യക്തിയാണ് ലൂയിസ് വെർത്ത്. സോ അദ്ദേഹം പറയുന്നുണ്ട് സിവിലൈസേഷന്റെ ഹിസ്റ്ററി നമുക്ക് സിറ്റീസിന്റെ ഹിസ്റ്ററി എന്നുള്ള രീതിയിൽ പഠിക്കാമെന്നും, അതുപോലെ സിറ്റി എന്ന് പറയുന്നത് സിവിലൈസേഷന്റെ ഒരു സിമ്പൽ ആണെന്നും, മീൻസ് ഇത് രണ്ടും ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു ഫാക്ടർ ആണെന്നാണ് ഇവർ പറയുന്നത്. പിന്നെ റോബർട്ട് റെഡ്ഫീൽഡിന്റെ ലിറ്റിൽ ട്രഡീഷനും ഗ്രേറ്റ് ട്രഡീഷനും. ഗ്രേറ്റ് ട്രഡീഷൻ എന്ന് പറയുമ്പം കൂടുതലായിട്ട് ആൾക്കാരുള്ള, മീൻസ് ഇപ്പം ട്രഡീഷൻ ഓഫ് ദ എലൈറ്റ്സ്, വലിയ ആൾക്കാരുടെ ട്രഡീഷൻ, അല്ലെങ്കിൽ അർബൻ ഏരിയാസിലുള്ള ആൾക്കാരെയൊക്കെയാണ് കൂടുതൽ, മീൻസ് അവരുടെ സോഷ്യൽ കൾച്ചറൽ പാറ്റേൺസ്, ഇങ്ങനെയുള്ള കാര്യത്തെയാണ് ഗ്രേറ്റ് ട്രഡീഷൻ എന്ന് പറയുന്നത്. എന്നാൽ ലിറ്റിൽ ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ ട്രഡീഷൻ ഓഫ് ദ ഫോക്ക് എന്ന് പറഞ്ഞാൽ എന്താ, വില്ലേജിലൊക്കെ താമസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പൊ അങ്ങനെയുള്ള ചെറിയ കമ്മ്യൂണിറ്റിയുടെ ഒക്കെ ഇതിനെയാണ് ലിറ്റിൽ ട്രഡീഷൻ എന്ന് പറയുന്നത്. സോ ഇതൊക്കെ സിറ്റി ആൻഡ് സിവിലൈസേഷൻ, അത് ഒന്നാമത്തെ അപ്രോച്ച് ആണ് സിറ്റിയും സിവിലൈസേഷനും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിന്റെ ഇതിൽ പഠിക്കുന്നത്. ഇനി അടുത്തെന്ന് പറയുമ്പോൾ ഫിസിക്കൽ മെക്കാനിസം. അപ്പം ഇങ്ങനെ ഒരു ഫിസിക്കൽ മെക്കാനിസം എന്ന് പറയുമ്പം ഇന്ത്യൻ സിറ്റീസ് തന്നെ നമുക്ക് നോക്കാൻ പറ്റും. ഡൽഹി ഉണ്ട്, ആഗ്ര, അമൃത്സർ, ഇതുപോലുള്ള സിറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ സിറ്റീസ് ആണല്ലോ ഇതൊക്കെ. അപ്പം ഈ സിറ്റീസിലൊക്കെ ആണെങ്കിൽ ഈ ഓരോ സിറ്റീസിനായിട്ട് നമുക്ക് കാണാൻ പറ്റും കാസ്റ്റ് ബേസ്ഡ് ആയിട്ടൊക്കെ ഓരോരുത്തർ താമസിക്കുന്നത്. ഇപ്പൊ ഒരു പ്രത്യേക കാസ്റ്റിലുള്ളവരായിരിക്കും ഒരു ഗ്രൂപ്പ്, മീൻസ് ഒരു പ്രത്യേക ഏരിയയിൽ, ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ താമസിക്കുന്നത്. സോ ഈ സിറ്റീസിന്റെ ഒക്കെ ഇന്നർ പാർട്സിനെ ഡിവൈഡ് ചെയ്ത്, ഡൽഹി എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ കാണുന്നതല്ലാതെ ഇതിന്റെ ഇന്നർ സിറ്റീസ് ഉണ്ട്, ആൾക്കാർ താമസിക്കുന്നതുണ്ട്. അപ്പൊ അവിടെ നിന്നൊക്കെ പറയുമ്പോൾ മൊഹല്ലാസ് അല്ലെങ്കിൽ ട്രഡീഷണൽ മൊഹല്ലാസ് എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ നൈബർഹുഡ് എന്നുള്ളൊരു മീനിങ് ആയിരുന്നു. അപ്പൊ അങ്ങനെ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പർട്ടിക്കുലർ ഒക്കുപേഷൻ അല്ലെങ്കിൽ ഒരു കാസ്റ്റ് ഗ്രൂപ്പ് ആയിരിക്കും ആ ഒരു പ്രത്യേക സ്ഥലത്ത് താമസിക്കുന്നത്, അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാ ഇന്ത്യൻ സിറ്റീസിനെ നോക്കുവാണെങ്കിലും ഈ ഒരു പാറ്റേൺ തന്നെയാണ് മിക്ക ഇന്ത്യൻ സിറ്റീസും ഫോളോ ചെയ്യുന്നത്. മീൻസ് ആ ഒരു പ്രത്യേക ഏരിയയിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, മീൻസ് ഒരു പ്രത്യേക കാസ്റ്റിലുള്ളവര് താമസിക്കുമായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് വരുന്നതാണ്, മീൻസ് കുറച്ച് നാൾ മുന്നത്തെ കാര്യം പറയുന്നത്, ആദ്യമൊക്കെ ഇപ്പൊ ഡൽഹി, ആഗ്ര, അമൃത്സറിലൊക്കെ ആദ്യമൊക്കെ അങ്ങനെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന ഇപ്പൊ പോസ്റ്റ് കൊളോണിയൽ പാർട്സ് എന്നൊക്കെ പറയുമ്പോൾ, കൊളോണൈസേഷൻ ഒക്കെ ശേഷം വരുവാണെങ്കിൽ അവിടെ കാസ്റ്റിന്റെ ബേസിലുള്ള ഒക്കുപേഷൻ ഉള്ളവരായിരിക്കും കൂടുതലും ഒരുമിച്ച് താമസിക്കുന്നത്. ലൈക്ക് നമുക്കിപ്പോ അറിയാൻ പറ്റും, ചില സ്ഥലങ്ങൾ കാണുമ്പോൾ അത് പുവർ റെസിഡൻഷ്യൽ ഏരിയ, അല്ലെങ്കിൽ ഇപ്പൊ വില്ലാസ് ഒക്കെ ഉള്ള ഒരു ഇത് കാണുവാണെങ്കിൽ അവിടെ എല്ലാം റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ് താമസിക്കുന്നത്. ഇപ്പൊ ഗുർഗാവോണിലൊക്കെ ഒരു റെസിഡൻഷ്യൽ ഏരിയ കാണുവാണെങ്കിൽ അറിയാം, അവിടെ ഉള്ള മീൻസ് ഒരാളിപ്പോ ഭയങ്കര ഒരു ഒക്കുപേഷണൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം എന്തായാലും റിച്ച് ക്ലാസ്സിലുള്ളവരായിരിക്കും, അപ്പർ ക്ലാസ്സിലുള്ളവരായിരിക്കും അവിടെ താമസിക്കുന്നത്. ഇപ്പൊ ഡീകപ്പിൾഡ് എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട്, അപ്പൊ ആ ഒരു സീരീസിലാണെങ്കിൽ ഗുർഗാവോൺ ആണ് കാണിക്കുന്നത്. അപ്പൊ അതിനകത്ത് നല്ല രീതിയിൽ ഈ ഒരു റെസിഡൻഷ്യൽ ഏരിയ, റിച്ച് ആയിട്ടുള്ള പോർഷ് റെസിഡൻഷ്യൽ ഏരിയാസിലുള്ള ആൾക്കാരുടെ ആ ഒരു രീതിയും ഇതുമൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഒരു വീട്ടിലുള്ള ആള് റൈറ്റർ ആണ്, അല്ലെങ്കിൽ ഭയങ്കര ബുക്സ് നന്നായി പബ്ലിഷ് ചെയ്യുന്ന നല്ല റിച്ച് ആയിട്ടുള്ള റൈറ്റർ ആണെങ്കിൽ, അടുത്ത ആളെന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യയുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന ഒരു എക്കണോമിസ്റ്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള പല രീതിയിൽ വളരെ ഏറ്റവും മികച്ച രീതിയിൽ സോഷ്യൽ സ്റ്റേറ്റസ് ഉള്ള ആൾക്കാരാണ് ആ ഒരു ഏരിയയിൽ താമസിക്കുന്ന മൊത്തം. അപ്പൊ ആ ഒരു സീരീസിൽ കാണുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെയുള്ള ആ രീതിയിൽ വരുന്നുണ്ട്. അപ്പം ആദ്യം എന്ന് പറയുമ്പോൾ ഒക്കുപേഷൻ കാസ്റ്റിന്റെ ബേസിലാണെങ്കിൽ, ഇപ്പൊ എന്ന് പറയുമ്പോൾ ഒക്കുപേഷന്റെ രീതിയിലാണ് കൂടുതലായിട്ട്, മീൻസ് ഇൻഫ്രാസ്ട്രക്ചറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ആ ഒരു പാറ്റേൺ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ മാറിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഫിസിക്കൽ മെക്കാനിസം. ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിസിക്കലി കാണാൻ പറ്റുന്ന ഇൻഫ്രാസ്ട്രക്ചർ ആ ഒരു പാറ്റേണിന്റെ ബേസിലാണ്. ഒന്നാമത്തെ സിറ്റീസ് ആൻഡ് സിവിലൈസേഷൻ, രണ്ടാമത്തെ ഫിസിക്കൽ മെക്കാനിസം, മൂന്നാമത്തത് സോഷ്യൽ ഓർഗനൈസേഷൻ. സോഷ്യൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് തന്നെ ഇൻഡിവിജ്വൽസ്, ഗ്രൂപ്പ്സ്,
ബ്യൂറോക്രസി, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് ഫാമിലി, റിലിജൻ, ഇങ്ങനെയുള്ള എല്ലാം കൂടെ ചേരുന്നത് ഒരു കോംപ്ലക്സ് നെറ്റ്വർക്ക് ആയിട്ട് മാറുന്നു എന്നുള്ളത്, ലൈക് കോംപ്ലക്സ് ഡിവിഷൻ ഓഫ് ലേബർ, ഇതെല്ലാം കൂടെ ചേരുന്നതിനെയാണ് സോഷ്യൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഈ ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ ഇൻഡിവിജ്വൽസ്. നമുക്ക് നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും, പണ്ടത്തെ ഏർലി റൈറ്റിംഗ്, ആദ്യത്തെയൊക്കെ റൈറ്റിംഗ്സിൽ അർബൻ ഇൻഡിവിജ്വൽസ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഒരു പ്രത്യേക ബിഹേവിയർ ഉള്ള രീതിയിലാണ്, മീൻസ് കമ്പയർ ടു റൂറൽ ആയിട്ടുള്ള ആൾക്കാരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള സ്വഭാവമുള്ള ആൾക്കാരാണ് അർബൻ ആയിട്ടുള്ള. ഇപ്പൊ നമുക്ക് പറയാം, പണ്ടൊക്കെ ആണെങ്കിൽ കുറച്ച് നാള് മുന്നേ വരെ സിറ്റീസിലുള്ള ഡ്രസ്സിങ്ങിന്റെ ബേസിലൊക്കെ നമുക്ക് സിറ്റീസിൽ നിന്നാ വരുന്നത് എന്നുള്ള രീതിയിൽ, മീൻസ് കാരണം വില്ലേജിലുള്ളവർ കൂടുതലും ഇപ്പം സ്ത്രീകളാണെങ്കിൽ കൂടുതലും ട്രഡീഷണൽ വേസ് ആണ് ചെയ്യുന്നത്. ഇപ്പം പണ്ടത്തെ കുട്ടികളാണെങ്കിൽ പാവാട അല്ലെങ്കിൽ ബ്ലൗസ് അങ്ങനെയൊക്കെ ഉള്ളത്, അല്ലെങ്കിൽ ചുരിദാർ, മാക്സിമം പോയ ചുരിദാറായിരുന്നു അവിടെ ഇരുന്നത്. പക്ഷെ ആ സമയം സിറ്റിയിലുള്ളവരാണെങ്കിൽ എന്തായിരിക്കും, ക്രോപ്പ് ടോപ്സ്, ജീൻസ്, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ, ജാക്കറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അവര് ധരിക്കുന്നത്. അപ്പൊ ആ ഒരു രീതി തന്നെ നമുക്ക് എന്താ ആൾക്കാരെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ അർബൻ സ്ഥലത്ത് താമസിക്കുന്നവർ ഒരു ഡിസ്റ്റന്റ് പേഴ്സണാലിറ്റി ഉണ്ട് വെൻ കമ്പയർഡ് ടു റൂറൽ കൗണ്ടർ പാർട്സ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഈ സോഷ്യോ കൾച്ചറൽ ഡൈനാമിക്സ് ഓരോരുത്തരും കൺസേൺ വിത്ത് ഇൻഡിവിജ്വൽ ഓൾസോ ബ്രിങ് ഇൻ ടു ഫോക്കസ് മെനി സോഷ്യോ കൾച്ചറൽ ഡയമെൻഷൻസ്. അതെന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് ആയിരിക്കാം, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് ആയിരിക്കാം. എന്ന് വെച്ചാൽ ഈ സോഷ്യോ കൾച്ചർ ഇപ്പൊ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ തന്നെ എടുക്കാം. അവിടെ അപ്പർ ക്ലാസ് ഉണ്ട്, ലോവർ ക്ലാസ് ഉണ്ട്, മിഡിൽ ക്ലാസ് ഉണ്ട്. അതിന് ചിലപ്പോൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. അതായത് സിറ്റിയിലുള്ളവരെല്ലാരും വിചാരിക്കുകയാണ്, മീൻസ് അവരിപ്പോ ഓപ്പോസിറ്റ് താമസിക്കുന്നത് ഏത് കാസ്റ്റിലായാലും എന്താണ്, അല്ലെങ്കിൽ ഏത് ക്ലാസ്സിലായാലും എന്താന്ന് പറഞ്ഞാൽ ഭയങ്കര ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ എന്നാൽ അതുപോലെ തന്നെ ക്ലോസ്ഡ് ആയിട്ട് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്സും അവരുടെ വാല്യൂസ്, ബിലീഫ്സിനെ ഒക്കെ രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ആ രീതിയിൽ നെഗറ്റീവായിട്ട് കാണുന്നതുണ്ട്. അപ്പൊ ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത് അത് ഓരോന്നിനും ഡിപ്പെൻഡ്, ഓരോരുത്തരുടെ പെർസ്പെക്ടീവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. പക്ഷെ വെൻ കമ്പയർഡ് ടു റൂറൽ കൗണ്ടർ പാർട്സ് അവർക്ക് ഒരു പ്രത്യേക പേഴ്സണാലിറ്റി ഉണ്ട് എന്നുള്ളൊരു ബിലീഫ് ഉണ്ട്. ഓക്കെ. ഇനി അടുത്ത പ്രൈമറി ഗ്രൂപ്പ്സ്. പ്രൈമറി ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാമിലി, കപ്പിൾസ്, ഇപ്പം ഹസ്ബൻഡ്, ഇപ്പൊ എന്റെ ഒരു ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഞാനും എന്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് ഒരു പ്രൈമറി ഗ്രൂപ്പ് ആയിരിക്കും. കപ്പിൾസ് അല്ലെങ്കിൽ ഇന്റിമേറ്റ് ഫ്രണ്ട്സ്, എന്റെ ഫ്രണ്ട്സ് ഞാനും തമ്മിലുള്ളത് ഒരു ഇന്റിമേറ്റ് ഗ്രൂപ്പ് ആയിരിക്കും. എന്റെ ഫാമിലി ആയിട്ടുള്ളത് ഒരു ഇന്റിമേറ്റ് കണക്ഷൻ ആയിരിക്കും. അങ്ങനെയുള്ളതിനെയാണ് പ്രൈമറി ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. യൂഷ്വലി അത് കൂടുതലും കാണുന്നത് എവിടാണ്, റൂറൽ ഏരിയാസിലാണെന്നാണ് പറയുന്നത്. ഇപ്പം ഒരു കമ്മ്യൂണിറ്റി ഫീൽ, ആ ഒരു കാര്യങ്ങളൊക്കെ വരുന്നത് കൂടുതലും റൂറൽ ഏരിയാസിലാണ്. പക്ഷെ എന്നാ അർബൻ നൈബർഹുഡ്സിലും ഉണ്ട്. അർബൻ നൈബർഹുഡ്സിൽ അങ്ങനെ ഫ്രണ്ട്ഷിപ്പോ അങ്ങനെയുള്ളതൊന്നും ഇല്ല എന്നല്ല പറയുന്നത്. അർബൻ നൈബർഹുഡ്സിലും പ്രൈമറി ഗ്രൂപ്പ്സിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ വെൻ കമ്പയർ ചെയ്യുമ്പോൾ ഈ റൂറൽ ഏരിയാസിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ആണ് ഈ ഒരു അർബൻ ഏരിയാസിൽ കാണുന്നത്. ലാർജറും കോംപ്ലക്സും ആയിട്ടുള്ള ഇതാണ് വെൻ കമ്പയർഡ് ടു റൂറൽ ഏരിയാസ്. അപ്പൊ ഇൻഡിവിജ്വൽസ് വരുന്ന സോഷ്യൽ ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഇൻഡിവിജ്വൽസ്, പ്രൈമറി ഗ്രൂപ്പ്സ്. ഇനി വോളണ്ടറി അസോസിയേഷൻസ്. വോളണ്ടറി അസോസിയേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ഇപ്പം ചാരിറ്റബിൾ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ എന്താ എൻവയോൺമെന്റൽ ഓർഗനൈസേഷൻ, NGOs, ഇതൊക്കെ നമുക്ക് വോളണ്ടറി അസോസിയേഷൻ ആയിട്ട് എക്സാമ്പിൾ ആണ്. അതായത് ഒരു മിഡിൽ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് റേഞ്ച് ഓഫ് സോഷ്യൽ ഓർഗനൈസേഷൻ. അവിടെ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഫോമൽ. നമ്മളിപ്പോ പ്രൈമറി ഗ്രൂപ്പ്സിനെ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ അയൽക്കാര്, നൈബർഹുഡ്സ് അങ്ങനെയുള്ളവരുമായിട്ടുള്ള ഒരു കണക്ഷൻ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഫോമൽ ആയിട്ടുള്ള ഒരു ഇന്റേണലി ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ വോളണ്ടറി അസോസിയേഷൻസിൽ എന്ന് പറയുന്നത്. അത് ബോത്ത് ഇൻസ്ട്രുമെന്റൽ ആൻഡ് എക്സ്പ്രസീവ് ഫങ്ഷൻസ് ഒക്കെ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം ഇൻസ്ട്രുമെന്റൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം എന്തെങ്കിലും ഒരു ആവശ്യം വരും. ഇപ്പൊ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ, ഫുഡ്, നമുക്ക് ഒരു കമ്മ്യൂണിറ്റിക്ക് ഫുഡ് വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡ് ബാങ്ക് ഓർഗനൈസ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഇപ്പൊ ഈ വയനാട് ദുരന്തത്തിന്റെ സമയത്തൊക്കെ ഉരുൾപൊട്ടലിന്റെ ഒക്കെ സമയത്താണെങ്കിൽ ഒരുപാട് ആൾക്കാർ പ്രത്യേകമായിട്ട് ഫുഡ് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് അവർക്ക് വീട് വെക്കാൻ, അതായത് വയനാട്ടിൽ ഉരുൾപൊട്ടിയ ആൾക്കാർക്ക് വേണ്ടി വീട് വെക്കാൻ കൊടുക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യുന്നത് ഇൻസ്ട്രുമെന്റൽ ഫംഗ്ഷൻസ്. ഇനി എക്സ്പ്രസീവ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞ ഒരു ഞങ്ങൾ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ബിലോങ്ങിങ്, ഒരു ഐഡന്റിറ്റി, സെൻസ് ഓഫ് ബിലോങ്ങിങ്ങും ഐഡന്റിറ്റി ഒക്കെ കൊടുക്കുന്നതിനെയാണ് എക്സ്പ്രസീവ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ വോളണ്ടറി ഓർഗനൈസേഷൻസിന് അങ്ങനെയുള്ള കുറെ മീൻസ് ഇൻസ്ട്രുമെന്റൽ ആൻഡ് എക്സ്പ്രസീവ് ഫംഗ്ഷൻസ് ഉണ്ട്. കുറച്ചും കൂടെ ഫോമൽ ആണ് വെൻ കമ്പയർഡ് ടു ദിസ് നൈബർഹുഡ് ആൻഡ് നെറ്റ്വർക്ക് ഒക്കെ നോക്കുമ്പോൾ. ഇനി നെക്സ്റ്റ് ആണ് ബ്യൂറോക്രസി. നമുക്കറിയാം ബ്യൂറോക്രസി എന്ന് പറയുമ്പോൾ സംതിങ് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഒരു ഹൈറാർക്കി ഓഫ് ഒഫീഷ്യൽസ് കാണും, റിട്ടേൺ റൂൾസ് ഭയങ്കര ഫോമൽ ആണ്, ഇമ്പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ബ്യൂറോക്രസി എന്ന് പറയുന്നത്. എക്സാക്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സിവിൽ സർവന്റ് ഓഫീസർ എന്ന് പറഞ്ഞത് ഒരു ബ്യൂറോക്രാറ്റ് ആണ് അല്ലെ. അപ്പൊ ബ്യൂറോക്രാറ്റിക് ഓർഗനൈസേഷൻസ് കൺസിസ്റ്റ് ഓഫ് ആൻ എലാബറേറ്റ് നെറ്റ്വർക്ക്, ഒരു സ്പെഷ്യൽ റോള് കാണും.
പൊസിഷൻ കാണും, ഹൈറാർക്കി കാണും. അത് കൂടുതലും എവിടെ കാണുന്നത്? സിറ്റീസിലാണ്, അർബൻ ഏരിയാസിലാണ് കാണുന്നത്. അതായത് അവരുടെ ഒരു സ്പെസിഫൈ ആയിട്ടുള്ള അവർക്ക് ഒരു അതോറിറ്റി, പവർ, അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യമുണ്ട്. സോ ബ്യൂറോക്രസി, പ്രൈമറി ഗ്രൂപ്പ്സ്, വോളണ്ടറി അസോസിയേഷൻ, ഇൻഡിവിജ്വൽസ്, ഇതെല്ലാം എന്താ വരുന്നത് ഇതില്? അതായത് ഈ അർബനിസത്തിൽ വരുന്ന ഒരു സോഷ്യൽ ഓർഗനൈസേഷന്റെ ഭാഗമാണ്. ഇനി അടുത്ത സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിഹേവിയർ, നമ്മുടെ എക്സ്പെക്ടേഷൻസിനെ ഒക്കെ ജഡ്ജ് ചെയ്യും. മീൻസ് കുറച്ച് കാര്യങ്ങളുണ്ട്, അക്സെപ്റ്റഡ് പാറ്റേൺസ് ഉണ്ട്, സൊസൈറ്റി അംഗീകരിച്ച കുറെ പാറ്റേൺസ് ഓഫ് ബിഹേവിയേഴ്സും എക്സ്പെക്ടേഷൻസിനെ ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഫാമിലി, റിലിജൻ, എന്താണ് ഫാമിലി, എന്താണ് റിലിജൻ എന്നൊക്കെ ഒരു അക്സെപ്റ്റ് ചെയ്ത്, മൊത്തത്തിൽ അക്സെപ്റ്റ് ചെയ്ത് ഒരു വൈഡ് ആയിട്ടുള്ള ഒരു അക്സെപ്റ്റഡ് ബിലീഫ് ഉണ്ടല്ലേ. അപ്പൊ നമ്മളിപ്പോ ഫാമിലി എന്ന് പറയുന്നത് എന്താന്ന് കാണുന്നതും ഈ ഒരു ഐഡിയന്റെ ബേസിലാണ്. അതായത് എനിക്കറിയാം, ഒരു കല്യാണം കഴിച്ചിട്ട് കുട്ടി ഉണ്ടാവുന്ന, മീൻസ് മാരീഡ് കപ്പിൾസിനെയാണ് കൂടുതലായിട്ട് ഫാമിലി എന്നുള്ള ഒരു കോൺസെപ്റ്റ് വരുന്നത്. പക്ഷേ ലിവിങ് റിലേഷൻ ഒന്നും ഇതുവരെ, മീൻസ് ലിവിങ് റിലേഷൻസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട് അർബൻ ഏരിയാസിലൊക്കെ. അത് നല്ല രീതിയിൽ ആൾക്കാർ അങ്ങനെയൊക്കെ ജീവിക്കുന്നുണ്ടെങ്കിൽ ഒരു ഫാമിലി എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിട്ട് മൊത്തത്തിലുള്ള ഒരു സൊസൈറ്റി അത് അംഗീകരിക്കാറ് ആയിട്ടില്ല. ലിവിങ് റിലേഷൻ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങുന്നുണ്ട്, എന്നാലും ഒരു ഫാമിലി എന്നുള്ളൊരു കോൺസെപ്റ്റ് അവിടെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. സോ അപ്പൊ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുമ്പോൾ ഫാമിലി, റിലിജൻ പോലുള്ള, നമുക്ക് പണ്ട് തൊട്ട്, മീൻസ് അർബൻ, ഫാമിലി, റിലിജൻ ഒന്നും അർബൻ ആണെന്നല്ല പറയുന്നത്, അർബൻ മുമ്പേ ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഇതൊക്കെയാണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പക്ഷെ അതിൽ വരുന്ന മാറ്റങ്ങളാണ് പറയുന്നത്. ലൈക്ക് ജോയിന്റ് ഫാമിലിയിൽ നിന്ന് ട്രഡീഷണൽ ഫാമിലി, സോറി, ന്യൂക്ലിയർ ഫാമിലി ആവുന്നു, അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങളെയാണ് പറയുന്നത്. സോ ഇത്രയാണ് സോഷ്യൽ ഓർഗനൈസേഷൻസിൽ വരുന്നത്. സോ അപ്രോച്ചസ് ടു സ്റ്റഡിയിൽ വരുന്നത് സിറ്റീസ് ആൻഡ് സിവിലൈസേഷൻ വന്നു, പിന്നെ ഫിസിക്കൽ മെക്കാനിസം വന്നു, പിന്നെ സോഷ്യൽ ഓർഗനൈസേഷൻ. ഇനി നെക്സ്റ്റ് ആണ് സോഷ്യൽ പ്രോബ്ലംസ്, അതായത് അർബൻ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ ഈ അർബൻ ഏരിയാസിൽ വരുന്ന പ്രശ്നങ്ങൾ. ഇപ്പൊ പോവേർട്ടി, സ്ലംസ്, നമ്മൾ സ്ലം ഡോഗ് മില്യണർ മൂവി ഒക്കെ കാണുമ്പോൾ അറിയാം എന്തുമാത്രം തിങ്ങിയാണ് ആൾക്കാർ താമസിക്കുന്നത്, അവരുടെ ഇഷ്യൂസ്. അതൊരു അർബൻ ഏരിയ ആണ്, പക്ഷെ എങ്ങനെയാണ് ആൾക്കാർ താമസിക്കുന്നത്? ഈവൻ ടോയ്ലറ്റിന്റെ ഫെസിലിറ്റീസ് ഇല്ലാതെ, അങ്ങനെയുള്ള പുവർ ഹൗസിങ്, പോവേർട്ടി, അൺഎംപ്ലോയ്മെന്റ്, ക്ലാസ് കോൺഫ്ലിക്ട്, പിന്നെ ജാതിയുടെ എല്ലാം ഇത് റേസ് ആൻഡ് എത്നിക് കോൺഫ്ലിക്ട്സ് വരുന്നുണ്ട്. ബ്രോക്കൺ ഫാമിലി, മീൻസ് ഒരു ഫാമിലിയിലും മീൻസ് അച്ഛൻ ഇല്ലാതാവുകയാണെങ്കിൽ, അവരെ അമ്മയും ഇല്ലെങ്കിൽ കുട്ടികൾക്കുണ്ടാവുന്ന മാറ്റങ്ങൾ, പിന്നെ അതുപോലെ തന്നെ കുട്ടികൾ എങ്ങനെ ജീവിക്കും എന്നുള്ള ഒരു സംഭവം, പിന്നെ അതിന്റെ ബേസിൽ ക്രൈം കൂടുന്നു, മെന്റൽ ഇൽനെസ് കൂടുന്നു, ഡ്രഗ് അഡിക്ഷൻ, പൊല്യൂഷൻ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ അർബനൈസേഷന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പം ഈ സോഷ്യൽ പ്രോബ്ലംസ്, അർബനൈസേഷൻ കാരണം ഉണ്ടാവുന്ന സോഷ്യൽ പ്രോബ്ലംസിനെ പറയുന്നതാണ് അർബൻ ക്രൈസിസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇൻഡസ്ട്രിയൽ ഇത് വരുമ്പോൾ എയർ പൊല്യൂഷൻ കൂടുന്നു, എൻവയോൺമെന്റൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അങ്ങനെ പൊല്യൂഷൻസ് ഉണ്ടാവുന്നു, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുന്നു. അപ്പൊ ഇതെല്ലാം എന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ പോവർട്ടി, സ്ലംസ്, അൺഎംപ്ലോയ്മെന്റ്, ക്ലാസ് കോൺഫ്ലിക്ട്, റേഷ്യൽ, മീൻസ് വർഗത്തിന്റെ പേരിൽ അല്ലെങ്കിൽ നിറത്തിന്റെ പേരിലുള്ള വഴക്കുകൾ, ഇത് എല്ലാം വരുന്നത് എന്താണ്? സോഷ്യൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ അർബൻ ക്രൈസിസിൽ വരുന്നതാണ്. സോ ഇത്രയാണ് അപ്രോച്ചസ്, മെയിൻ അപ്രോച്ചസ്. അപ്പൊ നമ്മൾ സോഷ്യൽ പ്രോബ്ലംസ്, പോസിറ്റീവ്സ് മാത്രം നോക്കിയാൽ പോലും, ഇപ്പൊ സോഷ്യൽ ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത് എല്ലാം കറക്റ്റ് ആയിട്ട് നടത്തുന്ന ഒരു, നമുക്കൊരു പോസിറ്റീവ് രീതിയിൽ കാണാൻ, നെഗറ്റീവ്സ് ഉണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ പ്രോബ്ലംസ് എന്ന് പറയുമ്പോഴും അർബനൈസേഷന്റെ ഒരു അപ്രോച്ച് തന്നെയാണ്, അർബൻ സോഷ്യോളജി പഠിക്കേണ്ട ഒരു അപ്രോച്ച് തന്നെയാണ് സോഷ്യൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് അർബൻ സോഷ്യോളജി മറ്റ് സോഷ്യൽ സയൻസും തമ്മിലുള്ള ഒരു വ്യത്യാസം നോക്കാം. ഈ അർബൻ സോഷ്യോളജി എന്ന് പറഞ്ഞാൽ ജോഗ്രഫി, പൊളിറ്റിക്സ്, എക്കണോമിക്സ്, മറ്റ് സബ്ജക്റ്റുകളിൽ നിന്നൊക്കെ ഡിഫറെന്റ് ആണ്. എന്താണ് നമുക്കറിയാം അർബൻ സോഷ്യോളജി, ഇത് സോഷ്യോളജി അർബനും കൂടെ ചേരുന്ന ഒരു പഠനത്തെയാണ് അർബൻ സോഷ്യോളജി എന്ന് പറയുന്നത്. അപ്പൊ അർബൻ സ്റ്റഡീസിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ളതാണ്. അർബൻ സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ അവിടെ ടൗൺ പ്ലാനിങ്, അർബൻ പ്ലാൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷെ അർബൻ സോഷ്യോളജി എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ, മീൻസ് അല്ലെങ്കിൽ ആൾക്കാർ എങ്ങനെ ജീവിക്കുന്നു, അവരുടെ ലൈഫിൽ വരുന്ന മാറ്റങ്ങൾ, മീൻസ് അതിൽ പീപ്പിൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കാര്യം കൂടെയാണ് അർബൻ സോഷ്യോളജി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്ന് പറയുമ്പം സോഷ്യൽ കോൺഫ്ലിക്റ്റ്, ഓരോ പവർ ആക്സസ്, റിസോഴ്സിന്റെ കൺട്രോള്, പ്രൊഡക്ഷൻ, കൺസപ്ഷൻ, എക്സ്ചേഞ്ച്, ഡിസ്ട്രിബ്യൂഷൻ, ഇങ്ങനെയുള്ള എല്ലാത്തിനെയും പറ്റി നോക്കുന്നുണ്ട് എവിടെ? അർബൻ സോഷ്യോളജി. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുന്നതാണ്. ഇപ്പൊ ജോഗ്രഫി ആണെങ്കിൽ ആ ഒരു പ്രത്യേക സ്പേസ് അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തെ പറ്റി പഠിക്കുന്നു, അതിന്റെ ക്ലൈമറ്റ്, വെതർ, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നു. ഹിസ്റ്ററി എന്ന് പറയുവാണെങ്കിൽ അതിന്റെ സമയത്ത്, ഇന്ന സമയത്ത് എന്ത് നടന്നു, ആരൊക്കെ ആയിരുന്നു ഇവിടെ, അങ്ങനെയുള്ള ഒരു ഹിസ്റ്റോറിക്കൽ സാധനമാണ് ഹിസ്റ്ററി പഠിക്കുന്നത്, ടൈമിനെ ബേസ് ചെയ്ത്. പക്ഷെ സോഷ്യോളജി എന്ന് പറയുമ്പം ആ ഒരു മൊത്തത്തിലുള്ള
സ്ട്രക്ചർ, അതിൽ ജോഗ്രഫി ഇൻക്ലൂഡ് ചെയ്യും, ടൈം ഇൻക്ലൂഡ്, ഹിസ്റ്ററി ഇൻക്ലൂഡ് ചെയ്യും, സ്ട്രക്ചർ ആൻഡ് കൾച്ചർ, മൊത്തത്തിൽ ഈ ഒരു അർബൻ സ്റ്റഡീസിന് ഹിസ്റ്ററി വെച്ച് നോക്കുന്ന മൊത്തത്തിലുള്ള കാര്യങ്ങൾ, സ്ട്രക്ചറും കൾച്ചറിനെ ബേസ് ചെയ്തിട്ട് ആൾക്കാർ എങ്ങനെ, ഓരോ സോഷ്യൽ പാറ്റേൺസ് എങ്ങനെ, ബിഹേവിയേഴ്സ് എങ്ങനെ എന്നുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും അർബൻ സോഷ്യോളജിയിൽ വരുന്നത്. അപ്പം ജോഗ്രഫി എന്ന് പറയുമ്പോൾ സ്പേസ് മാത്രമേ ഉള്ളെങ്കിൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് ടൈം മാത്രമാണ്. എന്നാൽ സോഷ്യോളജി എന്ന് പറയുമ്പോൾ അതിന്റെ സ്ട്രക്ചറും കൾച്ചറും എല്ലാം നോക്കുന്നതാണ്, അതായത് അർബൻ സോഷ്യോളജിയിൽ നോക്കുന്നുണ്ട്. സോ അതാണ് അർബൻ സോഷ്യോളജി മറ്റ് സോഷ്യൽ സയൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ അർബൻ സോഷ്യോളജി എന്ന് പറഞ്ഞാൽ സിറ്റി ലൈഫിൽ ഇമ്പാക്ട്, സോഷ്യൽ റിലേഷൻഷിപ്പ്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തൊക്കെയാണ്, അർബൻ മോഡ് ഓഫ് ലീവിങ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി പറയുന്നതാണ് അർബൻ സോഷ്യോളജി. ആൻഡ് ഓൾസോ ഹെറ്ററോജെനിറ്റി, ഒരുപാട് ആൾക്കാരുണ്ട്, പല രീതിയിലുള്ള ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ട്, ഒരുപാട് ജനസാന്ദ്രത എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്, ഗ്രേറ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി, ഡിവിഷൻ ഓഫ് ലേബർ, പിന്നെ ഡൈവേഴ്സിറ്റി, പല രീതിയിലുള്ള ആൾക്കാരാണ്, പല രീതിയിൽ മീൻസ് ഈവൻ ഇപ്പൊ നമ്മളിപ്പം ഡൽഹിയിലൊക്കെ പോവുകയാണെങ്കിൽ പല മീൻസ് വലിയ തൊട്ട് ചെറിയ ജോലികൾ ചെയ്യുന്ന ആൾക്കാർ വരെ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇപ്പൊ ഈവൻ പാനിപൂരി തൊട്ട് വലിയ ഒഫീഷ്യൽസ് വരെ ഉള്ള, പാനിപൂരി ഒക്കെ വിൽക്കുന്ന ഒരു ആൾ തൊട്ട് ഒഫീഷ്യൽസ് വരെ കാണാൻ പറ്റും. പക്ഷെ ഏകദേശം നമുക്ക് പക്ഷെ നമുക്ക് പറയാൻ പറ്റത്തില്ല ഇതില് ആരാ കൂടുതൽ റിച്ച് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഈവൻ പാനിപൂരി ഒക്കെ വിൽക്കുന്ന ആ ചേട്ടന് നല്ല എന്താ നല്ല എമൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പല രീതിയിലുള്ള ഇൻഡിവിജ്വൽസ് താമസിക്കുന്ന മൊത്തത്തിലുള്ള ആ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ അർബൻ സോഷ്യോളജി എന്ന് പറയുന്നത്. സോ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ്. ജസ്റ്റ് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് എന്താണ് അർബൻ സോഷ്യോളജി. ഇതെല്ലാം ജസ്റ്റ് പ്രൈമറി ടേംസ് ഒക്കെ, ഇപ്പൊ കമ്മ്യൂണിറ്റി, പ്രൈമറി ഗ്രൂപ്പ്സ്, ഇൻഡിവിജ്വൽസ് എല്ലാം നമുക്ക് അറിയാവുന്ന ടേംസ് തന്നെയാണ്. പക്ഷെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കൊടുത്തേ ഉള്ളൂ. ഇനി ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്കസ് ദ വേരിയസ് അപ്രോച്ചസ് ടു ദ സ്റ്റഡി ഓഫ് അർബനൈസേഷൻ. അപ്പം ഇതില് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം അർബനൈസേഷൻ പഠിക്കുമ്പോൾ നമുക്ക് വേറെ യൂണിറ്റിൽ നമ്മൾ അർബനൈസേഷന്റെ അപ്രോച്ചസ് പഠിക്കുന്നുണ്ട്. പക്ഷെ അർബൻ സോഷ്യോളജിയുടെ കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്നേ ഉള്ളൂ. ആ ഒരു സ്റ്റഡി എന്നുള്ളതിന്റെ ഇതിൽ നമുക്ക് ഈ ഒരു ഫാക്ടേഴ്സ്, അതായത് ഈ സോഷ്യൽ പ്രോബ്ലംസും മറ്റേ സോഷ്യൽ ഓർഗനൈസേഷന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഇനി വരുന്ന ചാപ്റ്റേഴ്സിലും കൂടെ ഉള്ളത് ഇൻക്ലൂഡ് ചെയ്ത് എഴുതാമെന്ന്. ഇത് ഫുള്ളി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. ജൂൺ 2023 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോ ഇത്രയാണ് ഈ ഒരു യൂണിറ്റ്. താങ്ക് യു.